ഒന്നും പേടിക്കണ്ട, ആരെയും ആശ്രയിക്കും വേണ്ട, ആരെയും ആശ്രയിക്കണ്ട, ആരും പേടിക്കും വേണ്ട. ആർക്കൊരു ഉപകാരപത്രം ചെയ്യാൻ കഴിയില്ല, ആർക്കല്ലാതെ. ഞാൻ പറഞ്ഞില്ലേ, ഒരാള് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരാള് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചില ദിവസം പൈസക്ക് പറ്റ കുടുങ്ങും, അപ്പോൾ ഞാൻ ദുആ ചെയ്യും, പിറ്റേന്ന് എന്തെങ്കിലും വഴിയായിട്ട് ആ പൈസ എന്റെ കയ്യിലെത്തും, കാര്യം നടക്കും. ആരാ എത്തിച്ചതാരാ? അല്ലാഹ്. ഒരാളും ഒരു ഉപകാരം ചെയ്യില്ല, ആരല്ലാതെ? അല്ലാഹ്. റസൂലുള്ളാഹിനെ അബൂലഹബ് കാണാ, എത്ര അബൂലഹബ് സ്വന്തം അടിമയെ മോചിപ്പിച്ചു, നബിയെ പ്രസവിക്കപ്പെട്ടു എന്ന് കേട്ടപ്പോൾ സുബൈബത്തുൽ അസ്ലമിയ എന്ന തൻ്റെ അടിമപ്പെണ്ണിനെ മോചിപ്പിച്ചു. ആര്? അബൂലഹബ്. അല്ലേ? ആണോ? അല്ലേ? പറയാണോ? അല്ലേ? ആണ്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. പിന്നെ വളർന്നു, നബി വളർന്നു, പിന്നെ നബി കല്യാണം കഴിച്ചു. പിന്നെ നബിയുടെ തൊട്ടടുത്ത് വീട്ടുകാരനാണ് ആര്? അബൂലഹബ്. 13 കൊല്ലം നബി മദീനയിലേക്ക് ഹിജ്റ പോകുന്നത് വരെയും നബുവത്ത് കിട്ടിയിട്ട് 13 കൊല്ലവും നബിയുടെ പരിസരത്ത് വീടാണ്. ആരുടേത്? അബൂലഹബ്. എന്നിട്ട് അയാൾ നന്നായില്ല. എന്തുകൊണ്ട്? നബി ഒരു നോക്ക് കണ്ടാൽ നന്നാവും, ആരുദ്ദേശിച്ചാൽ. ഇല്ലെങ്കിലോ നബിയുടെ വീട്ടിന്റെ പരിസരത്ത് 13 കൊല്ലം ജീവിച്ചിട്ടും കാര്യമല്ല, ആരുദ്ദേശിച്ചില്ല. അല്ലാഹ്. അത്രയേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? മനസ്സിലായില്ലേ? ഒരാൾ ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ, നമുക്ക് നബിയുടെ കാലത്ത് ജീവിച്ചാൽ എന്തൊരു കാര്യമായിരുന്നു, നമുക്കൊരു സ്വഹാബി ആവൂലായിരുന്നു, അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ അയാളോട് മെല്ലെ ചെവിയിൽ പറഞ്ഞു, അങ്ങനെ ചിന്തിക്കണ്ട, നമുക്ക് നല്ലത് ഈ കാലം തന്നെയാണ്. നബിയുടെ കാലത്ത് നബിയെ കണ്ടിട്ട് കാഫിറാവുന്നതിനേക്കാൾ നല്ലത് അവസാന കാലത്ത് നബിയെ മനസ്സിൽ കണ്ടിട്ട് മുഅ്മിനാവുന്നതല്ലേ. നബിയെ കാലത്ത് ഇജ്ജ് മുഅ്മിനാവുന്ന ആര് പറഞ്ഞു? പിന്നെ നരകത്തിൽ എന്നും തല്ലിട്ടുന്നതിനേക്കാൾ നല്ലത് ഇക്കാലത്ത് ജീവിക്കുക. ചിന്തിക്കുക. അങ്ങനെയാവാലോ. നബിയുടെ പരിസരത്താണ് ആര്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ ഖുർആൻ ഓതിയാൽ അത് അബൂലഹബിന്റെ വീട്ടിലേക്ക് ഇങ്ങനെ അടിക്കും. 13 കൊല്ലം നബിയുടെ രാത്രിയിലെ ഖുർആനോത്ത് കേട്ടവനാണ് ആര്? അബൂലഹബ്. അതേ മനുഷ്യനെ അല്ലാഹു നന്നാക്കിയില്ല. ജുബൈർ ഇബ്നു മുത്ഇമോ അല്ലാഹു നന്നാക്കി. ആരാ ജുബൈർ റളിയല്ലാഹു അൻഹു? പറയടോ, പറ. റളിയല്ലാഹു അൻഹു ജുബൈർ ആരാ? നബിയെ മുഹമ്മദിൽ നിന്ന് എനിക്കൊന്നും കേൾക്കാതിരിക്കാൻ വേണ്ടി ഞാനെങ്ങാനും മുഹമ്മദിന്റെ കൂട്ടത്തിൽ കൂടിയാലോ എന്ന് പേടിച്ചിട്ട് മുഹമ്മദിന്റെ വാക്കുകൾ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മതാഫിൽ മുഹമ്മദ് ഉണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ടേ ഇരിക്കുള്ളൂ. ആര്? ജുബൈർ. ഒരിക്കൽ ജുബൈർ നടന്നു ഓടി വരുന്നതിനിടയിൽ റസൂലുള്ളാഹിന്റെ മുന്നിൽ പെട്ടുപോയി. അപ്പോൾ ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى. സൂറത്തുൽ മുഹമ്മദ് മുസ്തഫ കൈ ചെവിയിലേക്ക് പൊന്തിക്കാൻ മറന്നുപോയി. നബിയുടെ മുന്നിലേക്ക് വീണുപോയി. فلما رفع رأسه قال أشهد أنك رسول الله أشهد أن لا إله إلا الله وأشهد أنك رسول الله. ആര് പറഞ്ഞു? ജുബൈർ പറഞ്ഞു. ആരാ ജുബൈർ? നബിയെ കേൾക്കാതിരിക്കാൻ വേണ്ടി ചെവി പൊത്തിയ മനുഷ്യൻ നന്നാകണമെന്ന് അല്ലാഹു തീരുമാനിച്ചു. നബിയുടെ പരിസരത്ത് 13 കൊല്ലം ഖുർആൻ കേട്ട ഒരാൾ നന്നാകണമെന്ന് അല്ലാഹു തീരുമാനിച്ചില്ല. അയാൾ നന്നായില്ല.
ഉപകാരവും ഉപദ്രവവും ആര് മാത്രം? അല്ലാഹ്. എന്ത് BJP, എന്ത് നുണയുടെ പറഞ്ഞു നടക്കുന്നത്? നീ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്ത്, നീ ദുനിയാവിൻ്റെയും അറബികളുടെ ഡോളറിൻ്റെയും പെട്രോ ഡോളറിൻ്റെയും അടിമയാക്കിയപ്പോൾ അള്ളാഹു നിന്നെ ഒഴിവാക്കി. ചിന്തിക്കണം. അള്ളാഹു നിന്നെ ഒഴിവാക്കി. നിന്നെ അമേരിക്ക സ്വീകരിച്ചു, ബ്രിട്ടൻ സ്വീകരിച്ചു, അള്ളാഹു ഒഴിവാക്കി. അറബികളും സ്വീകരിച്ചു, അള്ളാഹു ഒഴിവാക്കി. അള്ളാഹു ഒഴിവാക്കിയപ്പോൾ നിനക്ക് BJP പേടിയായി. ഒരാളില്ലാത്ത സാഹചര്യത്തിൽ ഇന്ത്യയിലേക്ക് കയറി വന്നു ഒരു മനുഷ്യൻ, ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു. ആ മനുഷ്യനെ കണ്ടപ്പോൾ ഇന്ത്യയിലെ ലക്ഷക്കണക്കായ ജനങ്ങൾ അല്ലാഹുവിന്റെ സത്യദീനിലേക്ക് വന്നു. എന്തുകൊണ്ട്? ആ മനുഷ്യന്റെ കൂടെ ആരുണ്ടായി? അല്ലാഹ്. നീ നിന്റെ കാര്യം നേടാൻ അജ്മീറിലേക്ക് പോകും. നിനക്ക് അജ്മീറിലേക്കൊന്നും പോണ്ട. നീ നട്ടപ്പാതിരക്ക് ഒന്നിരുന്നാൽ മതി. ലൈസ ബൈനക വബൈനല്ലാഹി ഹിജാബ്. അള്ളാഹുവിൻ്റെയും നിന്റെയും ഇടയിൽ ഒരു മറയുമില്ലെങ്കിൽ അള്ളാഹു നിന്റെ ദുആഇനെ സ്വീകരിക്കും. എന്തിനാണ് അജ്മീറിലേക്ക് പോയത്? എന്തിനാ അജ്മീർ പോയത്? എന്റെ കടം വീടാൻ. ആ മനുഷ്യൻ എന്തിനാ അജ്മീറിലേക്ക് വന്നത്? അള്ളാഹുവിനോടുള്ള കടം വീടാൻ. നിങ്ങളിന്റെ കൂടെ അല്ല. വലിയ മനുഷ്യരെല്ലാം അള്ളാഹ്ക്ക് വേണ്ടി എല്ലാത്തിനും പണിയെടുത്തിട്ടില്ല. ചിന്തിക്ക്. ഞെരുക്കരിച്ച് വാബിയാകാൻ പോണ്ട. വാബി അള്ളാഹ് എന്ന് പറയുന്നുള്ളൂ. അള്ളാഹുവിൽ തരിമ്പ് വിശ്വാസം വാബികൾക്ക് ഇല്ല, ഒരിക്കലും ഇല്ല. നിങ്ങൾ എന്നാലും വാബി എന്നാവില്ല. എന്തുകൊണ്ട്? അവർ കോടിക്കണക്കായ മുസ്ലിമീങ്ങളെ കാഫറാക്കാൻ വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. അവരെ കൽബിൽ അള്ളല്ല, അവരെ കൽബിൽ മുഹമ്മദ് അബ്ദുൽ വഹാബും KM മൗലവിയും മാത്രമാണുള്ളത്. ദുനിയാവിലെ സ്വാലിഹീങ്ങളെ മുഴുവനും ചീത്ത പറഞ്ഞിട്ടാണ് വഹാബിസം ഉണ്ടാക്കിയത്. വേറെ വിഷയമാണ്, ഞാൻ അങ്ങോട്ട് പോണില്ല. തലേ കയറ്റിപ്പോ അല്ലാഹുവല്ലാതെ ഒരുത്തനെയും പഠിക്കണ്ട. ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട മഹാനായ ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹുവിന്റെ ചില വരികൾ വായിച്ചു തരാം. അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. സമയത്രായി കൃത്യമായി പറയും. നിങ്ങളിൻ്റെ കൂടെ ഇല്ലേ? സമയത്രേ 8 മണി ആയിക്കോട്ടെ, 10 മിനിറ്റ്. കാന യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു കാന യഖൂലു, പറയാറുണ്ടായിരുന്നു, യുഖ്സിമു, അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് പറയാറുണ്ടായിരുന്നു. യഹ്യ ഇബ്നു മുആദ് ആരാ? അല്ലാഹുവിന്റെ ആരിഫീങ്ങളിൽ ലോകം കണ്ട മഹാനാണ് യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. അവർ സ്ഥിരമായി പറയാറുണ്ടായിരുന്നു, ലാ തസ്കുനുൽ ഹിക്മ, പടച്ചവനെ പേടി എന്ന വിഷയം പാർക്കുകയില്ല കൽബൻ, ഒരു ഹൃദയത്തിലും. ഫീഹി സലാസു ഖിസാൽ, ആ ഹൃദയത്തിൽ 3 കാര്യമുണ്ടെങ്കിൽ. 3. ഇങ്ങോട്ട് നോക്കി, ഇനി ഉറങ്ങണ്ട. ഈ നേരത്തെ നിങ്ങളെ ഉറക്കും ആര്? ചെയ്ത്താൻ. എന്നിട്ട് നിങ്ങൾ ജുമാക്ക് പായും. ജുമാക്ക് പോയിട്ട് ഒരാൾ മുഅ്മിനാവൂല. മുഅ്മിനീങ്ങളും ജുമാക്കും, മുനാഫിക്കുകളും ജുമാക്കും. നിങ്ങൾ ഇതിൻ്റെ കൂടെ അല്ല. ജുമാക്ക് പോകാതിരിക്കൊന്നും വേണ്ടട്ടോ. പക്ഷെ ജുമാക്ക് പോയതുകൊണ്ട് മുഅ്മിനാവില്ല. മുഅ്മിൻ ജുമാക്ക് പോകുന്നേ ഉള്ളൂ. മുഅ്മിനും ജുമാക്കും, പള്ളി കമ്മിറ്റിയും ജുമാക്കും, അത്രേ ഉള്ളൂ. മുനാഫിക്കും ജുമാക്കും. ജുമാക്ക് പോയതുകൊണ്ട് മുഅ്മിനാവില്ല. ജുമാക്ക് പോയതുകൊണ്ട് മുഅ്മിനാവില്ല. മുഅ്മിനാകണമെങ്കിൽ നിന്റെ ഹൃദയത്തിൽ 3 കാര്യം ഉണ്ടാകാൻ പാടില്ല. എന്താ ഹിക്മ? റഅസുൽ ഹിക്മതി ഖശിയത്തുല്ലാഹ്. ഹിക്മ എന്ന വാക്കിന്റെ അർത്ഥം ചില സ്വഹാബികൾക്ക് മനസ്സിലായില്ല. ഫഅതൗ ഇൻദ ഇബ്നു അബ്ബാസ്. ഉറക്കെ പറ, വെറുതെ എന്തിനാ രാവിലെ വന്ന് ഉറങ്ങണേ? കേറിയിരിക്ക്, കുറച്ചുകൂടി കേറിയിരിക്ക്.
പടച്ചോനെ കാണണമെന്ന് പൂതിയുള്ളവർ ഈ വയലിന് വന്നാൽ മതി. എനിക്കും നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ വലിയ ആളല്ല, ഞാൻ ഏറ്റവും ചെറിയ ആളാണ്. എനിക്ക് അള്ളാഹിൻ്റെ പൊരുത്തത്തിൽ മരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ക്ലാസ്. വളരെ ചിന്തിക്കണം. 3 കാര്യം. ഒരു ഹിക്മത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ചില സ്വഹാബികൾക്ക് മനസ്സിലായില്ല. ഹിക്മത്ത് എന്നതിൻ്റെ ഈ ആയത്തേതാ തങ്ങളെ? ഹിക്മത്ത് ഉള്ളടങ്ങിയ ആയത്തേതാ? ഒരു പ്രധാനപ്പെട്ട ആയത്തുണ്ടല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുഅ്തിൽ ഹിക്മത മൻ യശാ. ഏതാ സൂറത്ത്? അൽ ബഖറ. എത്രാമത്തെ ആയത്ത്? എടുക്ക്, വേഗം എടുക്ക്. യുഅ്തിൽ ഹിക്മത മൻ യശാ. അല്ലാഹു ഏറെ ഇഷ്ടപ്പെട്ടവർക്ക് അവൻ ഹിക്മത്ത് നൽകും. ومن يؤت الحكمة فقد أوتي خيرا كثيرا. ഒരാൾക്ക് ഹിക്മത്ത് ലഭിച്ചാൽ അയാൾക്ക് ഖൈറും ലഭിച്ചു, കസീറായും ലഭിച്ചു. ഖൈർ ലഭിച്ചു തന്നെ വലിയ കാര്യമാണ്. ومن يؤت الحكمة فقد أوتي خيرا. ഇങ്ങോട്ട് കൊണ്ടുവരേ, എന്നല്ലേ ഇങ്ങോട്ട് കൊണ്ടുവരേ, എത്രാമത്തെ ആയത്താ നോക്കാം. 260. നല്ല സ്ഥല. 269 നമ്മൾ നല്ല സ്ഥല. പിശാചിനെ പറ്റുന്ന ആയത്ത് കഴിഞ്ഞിട്ടാണ് ഈ ആയത്ത്. അശ്ശൈത്വാനു യഅദുകുമുൽ ഫഖറ വയഅ്മുറുകും ബിൽ ഫഹ്ശാഇ. പഠിന്നോളി. വല്ലാഹു യഅദുകും മഗ്ഫിറത മിൻഹു വഫദ്ല വല്ലാഹു വാസിഉൻ അലീം. അടുത്ത ആയത്ത്. അപ്പോൾ 268 ആയത്താണ് ശൈത്താനെ പറ്റിയുള്ള ആയത്ത്. തൊട്ടടുത്ത് ഉണ്ട് യുഅ്തിൽ ഹിക്മത മൻ യശാ വമൻ യുഅ്തൽ ഹിക്മ ഫഖദ് ഊതിയ ഖൈറൻ. ഒരാൾക്ക് ഹിക്മത്ത് കിട്ടിയാൽ അയാൾക്ക് ഖൈറും കസീർ കിട്ടി. ഖൈർ കിട്ടിയാൽ തന്നെ വലിയ കാര്യമാണ്. ഖൈറും കിട്ടി, അത് കസീറായി കിട്ടി. പറയ മോനെ, ഖൈർ കലീലായി കിട്ടിയാൽ തന്നെ വലിയ കാര്യമാണ്. ഇത് എത്ര കിട്ടും ഖൈറ്? പറയും മക്കളെ, ഖൈറ് കസീറായി കിട്ടും. ഒരാൾക്ക് ഹിക്മത്ത് കിട്ടിയാൽ അയാൾക്ക് ഖൈറും കസീർ കിട്ടി. അതായത് കലീലായ ഖൈറല്ല, കലീലായ ഖൈർ കിട്ടിയാൽ തന്നെ വലിയതാണ്. എങ്ങനെ കിട്ടി? കസീറായ ഖൈർ കിട്ടി. പക്ഷെ എന്ത് കിട്ടണം? ഹിക്മത്ത് കിട്ടണം. അപ്പോൾ സ്വഹാബികൾക്ക് ഹിക്മത്ത് കിട്ടാൻ ബോധ്യായി. പക്ഷേ ഹിക്മത്തിന്റെ അർത്ഥം ചില സ്വഹാബികൾക്ക് മനസ്സിലായില്ല. അപ്പോൾ അവർ വേഗം ആരെ സമീപിച്ചു? റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് തങ്ങളോട് പോയി ചോദിച്ചു, തങ്ങളെ, ഞങ്ങൾക്ക് ഹിക്മത്ത് കിട്ടിയാൽ വലിയ ഖൈറും കസീർ കിട്ടുമെന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഹിക്മത്ത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഫമൽ ഹിക്മ, എന്താണ് ഹിക്മത്ത്? ഫഖാല റഅസുൽ ഹിക്മത്തി ഖശിയത്തുല്ലാഹ്. ഹിക്മത്തിന്റെ കേന്ദ്രം എന്നാൽ പടച്ചോനെ പേടിയാണ്. ചില ദർസുൽഘടനത്തിന് ഈ ആയത്തോതൊന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ദർസിനും ഈ ആയത്തോതണ്ട. ഒരു ദർസുകൊണ്ട് കാര്യമില്ല. ഏത് ദർസുകൊണ്ട് കാര്യമുണ്ട്? ആ ദർസ് കൊണ്ട് കുട്ടിയുടെ കൽബിൽ എന്ത് കയറണം? ഹിക്മത്ത് കയറണം. ഹിക്മത്ത് പറഞ്ഞാൽ ദർസല്ല, ഖശി. അതിന്റെ കേന്ദ്രം പടച്ചോനെ പേടിയാണ്. ഒരാൾക്ക് പടച്ചോനെ പേടിയുണ്ടെങ്കിൽ അവൻ എന്തുണ്ട്? പറ മോനെ, ഹിക്മത്തുണ്ട്. ഇൽമില്ലെങ്കിലും ഏറ്റവും വലിയ ഇൽമ പടച്ചോനെ പേടിയാണ്. എന്റെ വല്യപ്പാക്ക് ഇൽമില്ല, എന്തുണ്ട്? ഹിക്മത്തുണ്ട്. നിങ്ങളെ വല്യപ്പാർക്കുണ്ടാവും, ഇൽമുണ്ടാവില്ല, എന്തുണ്ടാവും? പറയേ, ഹിക്മത്ത് ഉണ്ടാവും. എന്താ ഹിക്മത്ത്? പടച്ചോനെ പേടി. പറഞ്ഞ മനസ്സിലായില്ലേ? ഒരായത്തൊന്നും കൂടി 269. എന്റെ മക്കളെല്ലാരും കൂടി എന്റെ കൂടെ أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يؤتي الحكمة من يشاء ومن يؤت الحكمة فقد أوتي خيرا كثيرا وما يذكر إلا أولو الألباب. ഈ ആയത്ത്
ആയത്തിന്റെ അവസാന ഭാഗം അകക്കാമ്പുള്ളവരെ പാഠം ഉൾക്കൊള്ളുകയുള്ളൂ. ഇല്ല, അകക്കാമ്പുള്ളവർ മാത്രമേ പാഠം ഉൾക്കൊള്ളുകയുള്ളൂ. ഹിക്മത്ത് പറഞ്ഞാൽ കളകളാന്ന് വേറെയല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുണ്ടാകലാണ്? പഠിച്ചവനെ പേടിയാണ്, അള്ളാഹിനെ പേടിയാണ്, അള്ളാഹിനെ പേടിയാണ്, അള്ളാഹിൻ്റെ ഇഷ്ടപ്പെട്ട ഇഷ്ടദാസന്മാരെ പേടിയാണ്. മരുന്ന് വാങ്ങാൻ പൈസ ഉണ്ടായിരുന്നില്ല എവിയുടെ കയ്യിൽ. എ വി മുഹമ്മദ് സാഹിബിനെ കേട്ടിട്ടില്ലേ? കേരളത്തിലെ ഏറ്റവും കൂടുതൽ മാപ്പിളപ്പാട്ട് പാടിയ ആളാണ് ആര്? എ വി മുഹമ്മദ് സാഹിബ്. അദ്ദേഹം ലീഗിൻ്റെ പാട്ടുകാരനാണ്. അങ്ങനെ മരുന്ന് വാങ്ങാൻ പോലും പൈസ ഇല്ലാതെ ആരും സഹായിക്കാത്ത ഒരു കാലത്ത് അദ്ദേഹത്തോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നിട്ട് ഒരു പാട്ടിന് ക്ഷണിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പാട്ട് പാടിക്കൊടുത്താൽ 2000 റുപ്യ തരാറുണ്ട്. അന്ന് 1000 റുപ്യ ഉണ്ടെങ്കിൽ ഒരേക്കർ ഭൂമി വാങ്ങാം. അക്കാലത്ത് 2000 റുപ്യ തരാമെന്ന് പറഞ്ഞു. ആരോട്? എ വി മുഹമ്മദ് സാഹിബിനോട്. സമ്മതിച്ചു. കാരണം 10 പൈസ മരുന്ന് വാങ്ങാൻ കയ്യിലില്ല. അങ്ങനെ കൊണ്ടുപോയി ഒരു നാട്ടിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാട്ട് പാടാൻ. കാരണം കയ്യിൽ മരുന്ന് വാങ്ങാനുള്ള പൈസ ഇല്ല. അങ്ങനെ സ്റ്റേജിൽ കൊണ്ടുപോയി ഇരുത്തി, പാട്ട് പാടാൻ വേണ്ടി സ്റ്റേജിൽ കൊണ്ടുപോയി ഇരുത്തിയപ്പോൾ നേരെ മുന്നിൽ ലീഗ് ഓഫീസ്, അതിൻ്റെ മുന്നിൽ ബാഫക്ക് തങ്ങൾ ഫോട്ടോ. അപ്പോൾ കൈ ഉറച്ചു, കാല് ഉറച്ചു, അവിടെ നടിയിട്ടു. എനിക്ക് വേണ്ട 2000, എനിക്ക് പാടാൻ കഴിയില്ല. അതാണ് ഹേവി. എന്റെ പഠിച്ചോനെ പേടിയാണ്. ബാഫക്ക് തങ്ങളെ ഫോട്ടോന്റെ മുന്നിലേക്ക് നോക്കിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാട്ട് പാടാൻ കഴിയില്ല. ആർക്ക്? പറയാ ഏവിക്ക്. എന്താ കാരണം? പഠിച്ചോനെ പേടിയാണ്. മനസ്സിലായോ? ചിന്തിച്ചോ? തലേക്ക് കയറ്റിക്കളായി പറഞ്ഞ എന്താണ് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി? അള്ളാഹുവിലുള്ള പേടിയാണ് ആ മനുഷ്യന്. ഒരു മനുഷ്യന് ഇൽമുണ്ടാവില്ല, എന്തുണ്ടാവും? പഠിച്ചവനെ പേടിയുണ്ടാവും. ഇന്ന് നമുക്ക് ഇൽമ എമ്പാടുണ്ട്. അതേ സമയത്ത് ഈ നിരീശ്വരവാദികൾക്ക് വേണ്ടി വാദിക്കാൻ ഒരു മടിയില്ല. എന്തില്ല? എന്തില്ല? പഠിച്ചവനെ പേടിയില്ല. വളരെ ഒന്നുമല്ല ഞാൻ ഈ പറയുന്നത്. തല കൊടുത്ത് ചിന്തിച്ചോ. ആർക്കും വേണ്ടിയും ഓക്കാനിക്കണ്ട. അള്ളാഹിനെ പേടിച്ചോ. ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു പറയാണ്, 3 കാര്യം ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ലാ തസ്കുനുൽ ഹിക്മ ഫീ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ ഹിക്മത്ത് പാർക്കൂല. ഞാൻ കിതാബ് തന്നെ വായിക്കാം. 3 കാര്യം ഒരു മനുഷ്യനിൽ ഉണ്ടെങ്കിൽ ആ മനുഷ്യന്റെ കൽബിൽ എന്തുണ്ടാവൂല? ഹിക്മത്ത് പാർക്കൂല. എന്താ ഹിക്മത്ത്? പഠിച്ചോനെ പറ എന്താ ഹിക്മത്ത്? പഠിച്ചോനെ പേടി, അല്ലാഹുവിനെ പേടി. നമ്മളെ വലിയപ്പാർക്ക് ഉണ്ടായിരുന്നത് ഇൽമില്ലാതെ, നമുക്കില്ലാത്തത് ഇൽമുണ്ടായിട്ട്. ഏതാ 3 കാര്യം? 3 കാര്യം. ഒരു ലാ തസ്കുനുൽ ഹിക്മത്തു, ഹിക്മത്ത് പാർക്കുകയില്ല. തസ്കുനു മസ്കന്, തസ്കുനു ലാ തസ്കുനു അർത്ഥമക്ക് പാർക്കുകയില്ല. അല്ല ഹിക്മത്തു, ഹിക്മത്ത് പാർക്കൂല. ഖൽബൻ, ഒരു ഹൃദയത്തിൽ. ഫീഹി, ആ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ സലാസു ഖിസ്വാലിൻ, 3 കാര്യങ്ങൾ. 3 കാര്യങ്ങൾ ഒരു ഹൃദയത്തിലുണ്ടെങ്കിൽ ആ ഹൃദയത്തിൽ ഹിക്മത്ത് പാർക്കൂല. മനസ്സിലായില്ലേ? എന്താ 3 കാര്യം? ഒന്ന് ഹമ്മു റിസ്ഖി, റിസ്ഖിനെ കുറിച്ചുള്ള ചിന്ത. എനിക്ക് കിട്ടണം, എനിക്ക് കിട്ടണം, കിട്ടണം. റിസ്ക് പറഞ്ഞാൽ കിട്ടേണ്ടത്. അവൻ്റെ റിസ്ക്, അവൻ്റെ മുതല്, അവന് പൈസ ഉണ്ടാക്കണം, അവന് പൈസ എന്നൊരു ഓൻ്റെ പൈസ, ഓൻ്റെ കിട്ടല്. ഈ കിട്ടലിനെ കുറിച്ച് ഒരാൾക്ക് ഹമ്മുണ്ടെങ്കിൽ ആ മനസ്സിൽ എന്തുണ്ടാവില്ല? എന്തുകൊണ്ട്? റിസ്ക് ആരെ ഏറ്റിട്ടുണ്ട്? അല്ലാഹുവിനെതിരായി പേടിക്കണം. അപ്പൊ കൽബിൽ അള്ളല്ലെങ്കിലേ റിസ്ക്കിൽ ഹമ്മുണ്ടാവുള്ളൂ. കൽബിൽ അള്ളല്ലെങ്കിൽ ഉണ്ടെങ്കിലോ റിസ്ക്കിൽ ഹമ്മ് ഉണ്ടാവില്ല. അത് റബ്ബ് ജീവിപ്പിക്കും. പേടിക്കണ്ട. മനസ്സിലായില്ലേ? ചിന്തിച്ചോ, ചിന്തിച്ചോ, ചിന്തിച്ചു. വഹസദുൽ ഖൽഖി, സൃഷ്ടികളോടുള്ള അസൂയ. ഇന്ന് 10 കണക്കിന് എമ്പാടും നാട്ടിൽ ലോഡ് കയറ്റാൻ മാത്രമുള്ള സാധനമാണ് എന്ത്? ഹസദ്, അസൂയ. അസൂയ ഹൃദയത്തിലുണ്ടെങ്കിൽ ഓൻ്റെ ഹൃദയത്തിൽ എന്തുണ്ടാവില്ല? ഹിക്മത്ത് ഉണ്ടാവില്ല. എന്താ ഹിക്മത്ത്? പഠിച്ചോനെ പേടി. അവൻ കളകളാന്ന് വേറെ പറയും, പക്ഷെ പഠിച്ചോനെ പേടി ഉണ്ടാവില്ല. കാരണം എന്ത്? അവൻ്റെ ഹൃദയത്തിൽ സൃഷ്ടികളോട് മോനെ ഖുർആൻ അവസാനിച്ചപ്പോൾ ഒരൊറ്റ പ്രശ്നം പറഞ്ഞു. ഒറ്റ പ്രശ്നം. ഏതാ പ്രശ്നം? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. മനുഷ്യൻ എന്താണ് നോക്കിയിരിക്കണേ?
മിൻ ശരി മാ ഖലഖ് വമിൻ ശരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശരി നഫാസാതി ഫിൽ ഉഖദ് വമിൻ ശരി ഹാസിദിൻ ഇദാ ഹസദ്. ഇത് രണ്ടും കൂടി ഒറ്റ സമയത്ത് വന്നതാ. ഇത് രണ്ടിനും കൂടി മുഅവ്വിദത്തൈനി അറിയും. ഫലഖും നാസും ഒറ്റയടിക്ക് വന്ന സൂറത്താ. അതിൽ ഒറ്റ പ്രശ്നം കോപത്തിനെ വിമർശിച്ചുകൊണ്ടല്ല ഖുർആൻ പോയത്. പിന്നെന്തിനു വിമർശിച്ചുകൊണ്ട്? അസൂയ ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടെങ്കിൽ, ആ മനുഷ്യന് അസൂയ ഒരാൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്തുണ്ടാവില്ല? ഹിക്മത്ത് പറ കുട്ടി. ഹിക്മത്ത് എന്താ? ഹിക്മത്ത് അടച്ചോനെ പേടി, അള്ളാനെ പേടി. ഒന്ന് റിസ്ക്കിനെ കുറിച്ചുള്ള ചിന്ത, രണ്ട് അസൂയ, മൂന്ന് വഹബ്ബുൽ ജാഹി സ്ഥാനത്തെ കുറിച്ചുള്ള കൊതി. ഞാൻ പ്രസിഡന്റ് ആയെങ്കിൽ, ഞാൻ സെക്രട്ടറി ആയെങ്കിൽ, ഞാൻ അങ്ങനെ ആയെങ്കിൽ, ഞാൻ മറ്റിന്റെ മെമ്പർ ആയെങ്കിൽ, ഞാൻ മുഷാവറ മെമ്പർ ആയിരുന്നെങ്കിൽ, ഞാൻ മറ്റോടത്തെ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ, ഞാൻ മറ്റോടത്തെ തങ്ങന്മാരെ തൊട്ടടുത്ത കസേരയിൽ ഇരുന്നെങ്കിൽ. ഈ ജാതി പോന്തായികളായ തലയിൽ കിട്ടാരെ പിൻപറ്റിയിട്ട് നിങ്ങൾക്ക് നേരകല്ലാതെ ഒരു ചുക്കും കിട്ടാനില്ല. ഒരു കന്നെ പഠിച്ചോനെ പോലില്ല. പിന്നെ എന്തിനാ അതിന്റെ പിന്നാലെ കൊടുക്കണത്? എന്ത് എനക്ക് പേടി ഉണ്ടെങ്കിൽ ചിനിക്ക് പേടില്ല. അങ്ങനെയൊക്കെ പറഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടായ എനക്ക് പേടിച്ചു, ചിനിക്ക് പേടില്ല. എന്നെ ആരുടെ പേടിക്കണം? അള്ളാനില്ലാതെ. മൂന്ന് കാര്യം ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഓനെ തലയിക്കട്ടേ ഉണ്ടാവുള്ളൂ, എന്തുണ്ടാവില്ല? അള്ളാനെ പേടി ഉണ്ടാവില്ല. ആരാ പറയുന്നത്? യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു സത്യം ചെയ്ത് പറയാറുണ്ടായിരുന്നു എന്ന് ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈഖാദുൽ ഹിമമിലുണ്ട്. ഞാൻ ഒരു ഉദ്ധാരകൻ മാത്രമാണ്, ഇത് ഉദ്ധരിക്കുക. ഒരു ഹൃദയത്തിൽ മൂന്ന് കാര്യമുണ്ടെങ്കിൽ ആ ഹൃദയത്തിൽ ഹിക്മത്ത് ഉണ്ടാവില്ല. ഹിക്മത്ത് പറഞ്ഞാൽ ഈമാന്റെ കടുകെട്ടി, പടച്ചോനെ പേടി. ഒരു വയലു പറയും, ഒരു അണ്ണാക്കിന് ഖുർആനോലും ഓലങ്ങൾക്ക് തറാവീന് ഇമാമത്ത് വെക്കാം, നിർത്താം. നിങ്ങൾക്ക് നല്ല ഓത്ത് കേൾക്കാം, എന്തുണ്ടാവില്ല? ഓനെ പിന്തുടർന്ന് നിങ്ങൾക്ക് സ്വർഗത്തിലെത്താൻ കഴിയില്ല. ഓൻ ദുനിയാവിൻ്റെ ചണ്ടിയാണ്. ഓൻ്റെ തലയിൽ 25 മീറ്ററിൻ്റെ തെരുകുണ്ട്. അത് ഇടിവെട്ടിയാൽ തട്ടൂല, അത്ര ഉപകാരമുള്ളൂ. പടച്ചോനെ പേടിണ്ടാവില്ല. എന്തേ? അള്ളാനെ പേടിച്ച ചങ്ങായി. മൂന്ന് കാര്യം ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ഹിക്മത്ത് ഉണ്ടാവില്ല. എന്താ ഹിക്മത്ത്? ഹിക്മത്തി ഖശിയത്തുല്ലാഹ്. ഏതാ മൂന്ന് കാര്യം? ഹമ്മു റിസ്ഖി, റിസ്ഖിനെ പറ്റിയുള്ള ഒരു ഹമ്മ്. നിനക്കെങ്ങനെ ജീവിക്കാം? എങ്ങനെ? രണ്ട് ഹസദുൽ ഖൽഖി, സൃഷ്ടികളോട് അസൂയുള്ള മനസ്സിൽ അസൂയ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് എന്തുണ്ടാവില്ല? പടച്ചോനെ പേടി ഉണ്ടാവില്ല. 2, 3 ഹബ്ബുൽ ജാഹി, സ്ഥാനത്തോടുള്ള കൊതി. എനിക്ക് പള്ളി പ്രസിഡന്റ് ആകണം, എനിക്ക് സെക്രട്ടറി ആകണം, എനിക്ക് കമ്മിറ്റി കയറണം, എനിക്ക് മുഷാവറ ആകണം, എനിക്ക് അതിൻ്റെ പ്രസിഡന്റ് ആകണം, എനിക്ക് അതിൻ്റെ സെക്രട്ടറി ആകണം, എനിക്ക് സ്റ്റേജിൽ മുന്നിലെ നേരിയിൽ ഇങ്ങനെ ഇരിക്കണം, എല്ലാവരും ഫോട്ടോ എടുക്കണ നേരിയിൽ വന്നിരിക്കണം, എനിക്ക് ഔലിയപ്പാപ്പയാകണം. ഔലിയാകാൻ വേണ്ടി ദിക്റ് ചെല്ലിയാൽ ഇത് ചേമ്പാവും, ഔലിയല്ല, ഒരു കുന്തോവില്ല. ഔലിയാകാൻ വേണ്ടി ചെല്ലാൻ പറ്റിയ ദിക്റും ചോദിച്ചും കുറേ പോന്തായികൾ എൻ്റെ അടുത്ത് വരാറുണ്ട്. ഔലിയാകാൻ പറ്റിയ ദിക്റ് ഔലിയല്ല, ചക്കരയാണ്. ഔലി ചക്കര അങ്ങനെ കേട്ടിട്ടുണ്ടോ? പറയാങ്ങായി ഔലി കഴിഞ്ഞിട്ടല്ലടാ ഔലിയ. ഔലല്ലാകുക, എന്താവും? ചക്കരയാവും. ഞങ്ങൾ ഔലിയാകാൻ വേണ്ടി ദിക്റ് ചൊല്ലിയാൽ അമുക്തോ. ദിക്റ് ചൊല്ലുന്നത് ആർക്ക് വേണ്ടിയാകണം? എൻ്റെ റബ്ബിനെ സ്വീകരിക്കും. ഞാൻ ദോഷിയാ, റബ്ബിനെ സൃഷ്ടിക്കാതിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട് സിദ്ദീഖ്. പല്ലിന്റെ ഇടയിൽ ഒരു കല്ലിന്റെ കഷ്ണം കടിച്ചുകൊണ്ട് നടക്കും സയ്യിദ്നാ സിദ്ദീഖ്. അറിയാതെ വായി തുറന്നു പോയിട്ട് കാഫറാകുമെന്ന് പേടിച്ചിട്ട് അപ്പനെ പൂട്ടിടുക. എന്തിന്? നിങ്ങൾ എന്താ ഇരിക്കണത്? ലോകത്തെ ഏറ്റവും വലിയ മൂമിനായ മനുഷ്യൻ പറയാൻ അധ്വാനിച്ചാലല്ല പറയാതിരിക്കാൻ പല്ലിന്റെ അടിയിൽ കടിച്ചു പിടിക്കും. എന്ത്? ഒരു കല്ലിന്റെ കഷ്ണം. അപ്പൊ വായി തുറന്നാൽ അറിയുമല്ലോ, മറ്റു വായി തുറക്കണത് അറിയില്ല. അപ്പൊ എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ഒരു ഷെറുണ്ടാക്കിയെങ്കിലോ ഒരു കുത്തിത്തിരിപ്പ് എന്നെ കൊണ്ട് വന്നെങ്കിലോ ആർക്ക് പേടിയാണ്? പറേ സിദ്ദീഖുലൊക്കെ പറഞ്ഞു നിങ്ങളെ ഭരണാധികാരിയാക്കിയ പറഞ്ഞപ്പോ കരഞ്ഞു.
ഏട്ടൻ ഖാദിയായിരുന്നു കോഴിക്കോട്ട്. അപ്പോൾ ഏട്ടന് രോഗമായപ്പോൾ അനുജൻ നാടുവിട്ടു. കോഴിക്കോട്ടെ ഒരു ഖാദിയുടെ അനുജൻ. ഞാൻ പണ്ട് ആ ഖാദിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, താരീഖിലുണ്ട്. കോഴിക്കോട്ടെ ഖാദിമാരുടെ ചരിത്രം കോഴിക്കോട്ടെ ഖാദിമാരുടെ താരീഖിലുണ്ട്. ഒരു ഖാദിയും അനുജനും ആലിമീങ്ങളാണ്. അപ്പോൾ ജ്യേഷ്ഠന് രോഗിയായപ്പോൾ അനുജൻ നാടുവിട്ടു. എന്തേ? ഏട്ടൻ മരിച്ചാൽ ഖാദിയാക്കും, ഖാദിയാക്കിയാൽ അത് തന്നെ ഒഴിവാക്കും, ഞാൻ നാട്ടുകാർക്ക് അനുസരിച്ച് നടക്കേണ്ടി വരും. നാടുവിട്ടു. ഏട്ടൻ മരിച്ചപ്പോൾ അനുജനെ കാണാനില്ല. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഇന്നിപ്പോൾ ഒരാൾ മരിക്കാൻ നമ്മൾ ദ്വാരക്കാണ്. എന്തിന്? എന്നെ ഖാദിയാക്കും. മരിച്ചു എന്ന് കേട്ടാൽ അൽഹംദുലില്ലാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചെല്ലുമെങ്കിലും ചിരിച്ചുകൊണ്ട് ചെല്ലും. എന്തുകൊണ്ട്? ഇനി അടുത്ത ഖാദി ഞാൻ തന്നെ. ഓൻ 25 മീറ്റർ തലയൊക്കെ ഇട്ടുണ്ടാവും. ഓന്റെ മേലെയും പേരുണ്ടാവും അൽ ഹജ്ജ്. അങ്ങനെ തുടങ്ങിയിട്ട് ഒരു 25 പേര് ഓൻ്റെ ബേക്ക് കൂടി ഓൻ്റെ മൂലം വരെ പേരുണ്ടാവും. ഈമാൻ ഉണ്ടാവില്ല. ഓൻ 25 മീറ്റർ തലയെക്കെട്ടുണ്ടാവും. ഓൻ്റെ പേര് സ്റ്റേജിൽ വെക്കുമ്പോൾ 25 മീറ്റർ പല ജാതി പേരും ഉണ്ടാവും. ഓൻ എന്തുണ്ടാവില്ല? ഈമാൻ ഉണ്ടാവില്ലട ചങ്ങായി. ഓനുള്ള കാലത്ത് ഭരണാധികാരി ആരേ ആകൂ? എന്തേ? നരേന്ദ്രമോദി ആയാൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ഞാൻ്റെയും അപ്പുറത്തുള്ള ഒരാളായാൽ ആളാവാനുണ്ട്. ഈ ജാതി തലയെക്കെട്ടന്മാരുണ്ടായാൽ, ഇന്നെപ്പോലത്തോരൊക്കെ ഉണ്ടായാൽ അതൊക്കെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ അല്ലാഹുവിൻ്റെ ആളായാൽ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും. നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ അല്ലാഹു നിങ്ങളെ സഹായിക്കും. അല്ലാഹുവിനെ സഹായിക്കൽ എന്താ? ബിൽ ഈമാനി ബില്ലാഹ്. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും. അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസമുണ്ടെങ്കിൽ അല്ലാഹു നിന്നെ സംരക്ഷിക്കും. ഫിർഔന്റെ കൊട്ടാരത്തിലേക്ക് നടന്നു എന്നു ഒരു മനുഷ്യൻ പറഞ്ഞ ചെല്ലാൻ കഴിയോ? കൊല്ലൂലേ? കൊന്നില്ലല്ലോ. അയാളെ കൊണ്ട് ഫിർഔനെ നേരത്തെ നിങ്ങൾക്ക് അള്ളാഹ് വിശ്വാസം ഉണ്ടോ? എന്താണ് വിചാരിക്കുന്നത്? BJP ആണോ ഫിർഔനാണോ വലിയ പ്രശ്നം? പറയാ ഫിർഔനല്ലേ. ഈ ഫിർഔന്റെ മുന്നിലേക്ക് ഫിർഔൻ വരുന്നിടത്തുനിന്ന് ഓടല്ലല്ലോ ചെയ്തത്. ഫിർഔന്റെ മുന്നിലേക്ക് അങ്ങോട്ട് ചെന്നു. ആര്? മൂസ. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ ആളായാൽ ഫിർഔൻ പ്രശ്നമാവില്ല. അള്ളാഹുവിൻ്റെ ആളാണെന്ന് പറഞ്ഞ് നടക്കുക. എന്നിട്ട് എല്ലാ പാത്തുമ്മമാരും തരുന്ന പൈസ പോയിട്ട് പോക്കറ്റിലിട്ട് മുണുങ്ങുക. അതാണ് ഇന്ന് നമ്മളെ പണി. നാട്ടുകാർ തരുന്ന പൈസ വാങ്ങി മുണുങ്ങുക. എന്ത് പെൻ്റെ പേരിൽ ഇയാൾ അള്ളാഹെ പേടിക്കുന്ന ആളാണ് എന്ന് വിചാരിച്ചിട്ട് നാട്ടുകാർ തരുന്ന പൈസ വാങ്ങി മുണുങ്ങുക. അപ്പോൾ നമുക്ക് ശൈത്താൻ തന്നെയാവും നമ്മളെ നേതാവ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കുക. അള്ളാഹുവിനെ പേടിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരു BJPയും പ്രശ്നമല്ല, ഒരു കമ്മ്യൂണിസ്റ്റും പ്രശ്നമല്ല. അതേ സമയത്ത് കമ്മ്യൂണിസത്തിന്റെ ആളാകാൻ നോക്കുക. ഇന്ന് എന്തിന്? അള്ളാഹിനെ പേടില്ലാത്തതുകൊണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. അള്ളാഹിനെ കൂടെ ഉണ്ടെങ്കിൽ, അള്ളാഹു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ പേടിക്കണ്ട. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിതു അഖ്ദാമക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മളെല്ലാവരും ചേർത്ത് തരട്ടെ. 3 കാര്യങ്ങളുണ്ടെങ്കിൽ ആ കൽബിൽ ഹിക്മത്തും ഈമാനും ഉണ്ടാവില്ല. ഒന്ന് ഹമ്മുൽ റിസ്ഖിനെ കുറിച്ചുള്ള ആധി. 2 ഹസദുൽ ഖൽഖി സൃഷ്ടികളോടുള്ള അസൂയ. 3 ഹബ്ബുൽ ജാഹി സ്ഥാനത്തോടുള്ള മോഹം. ഈ 3 കാര്യം ഒരാളിലുണ്ടെങ്കിൽ അയാൾക്ക് എന്തുണ്ടാവില്ല? ഈമാൻ ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.